നമ്മൾ പറയുന്നതാണ് നവമി ആളുകളുടെ എണ്ണം കൂടുന്നത്. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലം മാത്രമല്ല. പക്ഷെ ആ സമയത്തും പൊങ്കാല ഇതുപോലെ ഈ പ്രൗഢിയോട് കൂടി നടന്നു എന്നത് ഇപ്പോഴും നമുക്കൊരു അത്ഭുതമാണ് അല്ലേ. നോക്കൂ, ഇപ്പോൾ അവിടെ അനുശ്രീ സൂചിപ്പിക്കുന്നതും അവിടെ ഒരുപാട് ആളുകൾ, അതായത് കഴിഞ്ഞ തവണ അനുശ്രീ തമ്പാനൂർ കാണുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതാണ്. എന്തായാലും ആളുകളുടെ വരവ് കൂടിക്കൊണ്ടിരിക്കും. അമ്മയുടെ പ്രസിദ്ധി ഇല്ലേ, അത് അത്രമേൽ വർഷം കഴിയുന്തോറും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞറിഞ്ഞ് ആണ് ഓരോരുത്തരും ഈ കൂടുതലായി ഓരോ വർഷങ്ങളിലും ആറ്റുകാൽ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായി പൊങ്കാലയിടുന്നവരുണ്ട്, ആദ്യമായി പൊങ്കാലയിടാൻ എത്തുന്നവരുണ്ട്, അറിഞ്ഞു കേട്ട് എത്തുന്നവരുണ്ട്. അങ്ങനെ ആ ആളുകളാണ് ഇപ്പോൾ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ദർശനം സാധ്യമാകുന്നതിന് അറിയാൻ വേണ്ടി. ഒരു കാര്യം കൂടിയുണ്ട് രേണുക, ഇതിലെ പോലീസിന്റെ ഒരു സുരക്ഷ അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണത്തേക്ക് തലസ്ഥാനത്ത് മാത്രമായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അവരെത്ര കൃത്യമായിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, കുടിവെള്ളത്തിന് പ്രശ്നമുണ്ടായാൽ പോലും അതെല്ലാം കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. നിരീക്ഷണം അത്രമേറെ ശക്തമാണ്. അപ്പോൾ ഡ്രോൺ ഉണ്ട് ഇത്തവണ. ഡ്രോൺ നിരീക്ഷണവും ആദ്യമായിട്ടായിരിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ആ ഒരു സുരക്ഷയും കൂടി. നാദിറ തയ്യാറാണെന്ന് തോന്നുന്നു. നമുക്ക് നാദിറയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവാം. നാദിറ എവിടെയാണ്, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, എങ്ങനെയാണ്? ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഹലോ കേൾക്കാമോ? ഹായ്. അപ്പം അമ്പലത്തിന്, ക്ഷേത്രത്തിന് സമീപത്തുള്ള വളരെ എടുത്തു പറയേണ്ടത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്ന മണ്ഡപത്തിനടുത്ത് തന്നെയാണ്. ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ തിരക്കെന്നുള്ളത് കഴിഞ്ഞ മുൻ വർഷത്തെക്കാളും കൂടുതലാണോ എന്നുള്ള വലിയൊരു ചോദ്യവും കൂടിയുണ്ട്. കാരണം എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഓരോ വർഷം കൂടുന്തോറും ജനങ്ങളുടെ, അല്ലെങ്കിൽ നമ്മുടെ ഭക്തജനങ്ങളുടെ ഒരു വലിയൊരു തോത് എന്നെ കൂടുതലായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. മാത്രമല്ല നമുക്കിന്നിവിടെ പോലീസുകാരുടെയൊക്കെ തന്നെ കൂടുതൽ, മറ്റു ജില്ലകളിൽ നിന്ന് പോലും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുള്ള പോലീസുകാരടക്കം നമുക്കിവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം വളരെ കൃത്യമായി തന്നെ ഭക്തജനങ്ങൾക്ക് ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ സൗകര്യമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പോലീസിന് സഹായം തരാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ എമർജൻസി കൺട്രോൾ റൂം ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നുള്ളത് അതും കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമുക്കൊപ്പം ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. ഒരുപക്ഷെ ഇന്ന് ഈ വർഷത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ ഭക്തജനങ്ങളുടെ എണ്ണം വളരെ വലിയ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി ഭയങ്കര ഡിവോട്ടീസ് കൂടുതൽ ഉണ്ടായിരുന്നു. അതിന്റെ പ്രത്യേക കാരണം